ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മമ്മൂട്ടിക്ക് 100 കോടി ക്ലബ്ബിൽ എന്തുകൊണ്ടൊരു സിനിമയില്ലെന്നും ഇപ്പോൾ തിയേറ്ററിൽ റണ്ണായിക്കൊണ്ടിരിക്കുന്ന കളങ്കാവൽ 100 കോടി ക്ലബ്ബിൽ കയറുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ കളങ്കാവലിൻ്റെ 20 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനും എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം കളങ്കാവൽ 100 കോടി ക്ലബ്ബിൽ കയറുമില്ലെന്ന് നമുക്ക് നോക്കാം. സിനിമ റിലീസ് ചെയ്തത് ഈ മാസം 5-ാം തീയതിയാണ്. സിനിമ ഇപ്പോൾ 20 ദിവസത്തോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സിനിമ 20 ദിവസം കൊണ്ട് 81.50 കോടിയും കളക്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം 35 കോടിയോളം നേടിയിട്ടുണ്ട്. സിനിമ ഇപ്പോൾ തിയേറ്റർ റണ്ണിംഗ് ആണ്. പക്ഷേ ഈ ഒരാഴ്ച കൊണ്ട് സിനിമയുടെ കളക്ഷൻ നല്ലൊരു ഇടിവ് വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ദിലീപേട്ടൻ്റെ ബബ്ബ റിലീസ് ചെയ്തുകൊണ്ട് സിനിമയ്ക്ക് പോസിറ്റീവ് റിപ്പോർട്ട് അല്ല വരുന്നത്. പക്ഷേ എന്നാലും മിക്സഡ് റിവ്യൂ വരുന്നതുകൊണ്ട് കളങ്കാവലിൻ്റെ കളക്ഷനെ ബബ്ബയുടെ റിലീസ് നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ആഴ്ച വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ 1-2 ദിവസങ്ങളിൽ കളക്ഷൻ പിന്നെയും കൂടുന്നുണ്ട്. 20ാമത്തെ ദിവസത്തെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം സിനിമ 50 ലക്ഷത്തോളം കളക്ട് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ലൊരു സൂചനയാണ്. ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ സിനിമ 100 കോടി ക്ലബ്ബിൽ കയറാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഒന്ന് നോക്കിയാൽ സിനിമയിൽ 100 കോടി അച്ചീവ് ചെയ്യാൻ വേണ്ടി അറൗണ്ട് 20 കോടിയോളം വേണം. ആ 20 കോടി അച്ചീവ് ചെയ്യാൻ വേണ്ടി സിനിമയ്ക്ക് ജനുവരി അവസാനം വരെ ടൈമുള്ളൂ. കാരണം ഒന്ന് നോക്കിയാൽ സിനിമ ഒറ്റിൻ്റെ റിലീസ് ചെയ്യാൻ പോകുന്നത് ജനുവരിയിലാണ്. ഡേറ്റ് കൺഫേം ആയില്ലെങ്കിലും ജനുവരിയിലാണെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു മാസമുണ്ടെന്ന് പറയുമ്പോഴും ഇന്ന് ലാലേട്ടൻ്റെ ഒരു വലിയ സിനിമ റിലീസ് ആവുന്നുണ്ട്, വൃഷഭ. ഈ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ അല്ലെങ്കിൽ മിക്സഡാ വരുന്നെങ്കിലും സ്ക്രീൻ കൗണ്ട് കളങ്കാവലിനേക്കാളും കൂടുതലായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് നോക്കിയാൽ പുതിയൊരു സിനിമയ്ക്കായിരിക്കും സ്ക്രീൻ കൗണ്ട് കൂട്ടി കൊടുക്കുന്നത്. ലാലേട്ടൻ്റെ വൃഷഭ മാത്രമല്ല കോമ്പറ്റീഷനായിട്ട് വരുന്നത് നിവിൻ പോളിയുടെ സർവ്വമയ. ഈ 2 സിനിമ റിലീസ് ചെയ്തുകൊണ്ട് സിനിമ 100 കോടി അടിക്കാൻ വളരെ ചാൻസ് കുറവാണ്. ചാൻസേ ഇല്ലെന്നല്ല, ചാൻസ് വളരെ കുറവാണ്. നിങ്ങളെല്ലാം ആലോചിച്ച് നോക്കി, ഇനി എങ്ങനെ 100 കോടി അടിക്കാനാ? പുള്ളിക്ക് 100 കോടിയിൽ സിനിമയിലൊന്നും ഒത്തിരി പേര് കളിയാക്കാറുണ്ട്. ഇതെങ്കിലും അടിക്കുന്നു വിചാരിച്ചു, ഇതിനും ചാൻസ് വളരെ കുറവാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, 2 നല്ല വലിയ സിനിമകൾ വരുന്നുണ്ട്. സിനിമയുടെ കളക്ഷൻ നന്നായിട്ട് ബാധിക്കും, സ്ക്രീൻ കൗണ്ടും കുറയും. അതുകൊണ്ട് 100 കോടി അടിക്കാൻ ചാൻസ് ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സിനിമയ്ക്ക് 100 കോടി ക്ലബ്ബിൽ കയറാനുള്ള കാലിബർ ഉണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യാനാ, പറ്റണ്ടേ? പിന്നെ ഒരു കാര്യം കൂടി, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു കമൻറ്റും. ബാക്ക് ടു ദ വീഡിയോ. നമുക്ക് അടുത്ത പോയിന്റിലോട്ടോ, പുള്ളിക്ക് എന്തുകൊണ്ട് 100 കോടി ക്ലബ്ബിലൊരു സിനിമയില്ലെന്ന്. പുള്ളിക്ക് 100 കോടി അടിക്കാൻ കാലിബറുള്ള സിനിമകളായിരുന്നു ബ്രഹ്മയുഗം, ഭീഷ്മപർവം, കണ്ണൂർ സ്കോഡ്, ടർബോ. ആദ്യം തന്നെ ബ്രഹ്മയുഗം നോക്കാം. ബ്രഹ്മയുഗത്തിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 27 കോടിയും സിനിമ കളക്ട് ചെയ്തതെന്ന് വെച്ചാൽ 60 കോടിയാണ്. സിനിമ അന്നൊരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. സിനിമ റിലീസ് ചെയ്ത് 2024 ഫെബ്രുവരി 15-ന്. അതേ മന്തിൽ തന്നെയാണ് ഒരാഴ്ച ഗ്യാപ്പിൽ മഞ്ഞുമൽ ബോയ്സ് വന്നത്. ആ സിനിമ ഏത് ലെവലാണെന്ന് നമുക്കറിയാം. ബ്രഹ്മയുഗം റിലീസ് ചെയ്തതിന് ഒരാഴ്ചയ്ക്ക് മുമ്പാണെങ്കിൽ പ്രേമലൂർ റിലീസ് ചെയ്തു. ബ്രഹ്മയുഗം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സിനിമ തന്നെ, അത്യാവശ്യം നല്ലൊരു സിനിമ തന്നെ. ഈ സിനിമ തമിഴ് ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ വേറെ നോർത്തിലോ തെലുങ്കിലോ എല്ലായിടത്തെങ്കിൽ 100 പറയാൻ പറ്റില്ല, 500 കോടിയെങ്കിലും നേടിയതിന്. ഞാനിത് വെറുതെ തള്ളിക്കയറ്റുന്നല്ല, അതിനുള്ള കണ്ടന്റ് അല്ലെങ്കിൽ അത് എടുത്തു വെച്ചിരിക്കുന്ന രീതി അതിനകത്ത് അങ്ങനെ ഉള്ളതുകൊണ്ടാണ്. ഒരു രീതി നോക്കിയ ബ്രഹ്മയുഗത്തിന് ക്ലാഷ് റിലീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരാഴ്ചയ്ക്ക് മുമ്പായാലും പിൻപായാലും സിനിമയ്ക്ക് ഒരാഴ്ച മാത്രമേ ഓടാനായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഓടാനായിട്ട് പറ്റിയിട്ടുള്ളൂ. കൂടെ ഇറങ്ങിയത് 2 നല്ല സിനിമകളായതുകൊണ്ട് അതിനും കൂടി സ്ക്രീൻ കൗണ്ട് പോയതുകൊണ്ട് കളക്ഷനെ നന്നായിട്ട് ബാധിച്ചു. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നല്ല സ്ട്രെയിൻ എടുത്താണ് പറയുന്നത്, പനിയും കൂടെ ആണ്. അതുകൊണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു കമൻറ്റ്. ബാക്ക് ടു ദ വീഡിയോ. ഇനി രണ്ടാമത്തെ സിനിമയിലോട്ടോ, ഭീഷ്മപർവം. 2022 മാർച്ചിൽ റിലീസ് ചെയ്ത സിനിമ. സിനിമയുടെ ബഡ്ജറ്റ് നോക്കിയാൽ 15 കോടി മാത്രമേ ഉള്ളൂ. പക്ഷേ കളക്ട് ചെയ്തോ 85 കോടികളാണ്. ഈ സിനിമയിൽ ക്ലാഷോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ക്ലാഷ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഒരു മാസം മുമ്പായിട്ട് ലാലേട്ടൻ്റെ ആറാട്ട് റിലീസ് ചെയ്തായിരുന്നു. പക്ഷേ ആ സിനിമയ്ക്ക് നല്ല നെഗറ്റീവ് ആയതുകൊണ്ട് അതൊന്നും ഇതിനെ ബാധിച്ചിട്ടൊന്നുമില്ല. സോളോ റിലീസായിട്ട് വന്നിട്ടും സിനിമ എന്തുകൊണ്ട് 100 കോടി ക്ലബ്ബിൽ കയറാൻ പറ്റിയില്ല. ബാക്കിയുള്ള 2 സിനിമകളുടെ അവസ്ഥ പറഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് പോകാം. 3 കണ്ണൂർ സ്കോഡ്. സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 30 കോടിയോളമാണ്. പക്ഷേ സിനിമ കളക്ട് ചെയ്തേക്കുന്നത് 80 കോടിയും. സിനിമ ഒരു സക്സസ് ആയിരുന്നു. കണ്ണൂർ സ്കോഡ് ഒരു സോളോ റിലീസായിട്ടായിരുന്നു വന്നിരുന്നത്. കണ്ണൂർ സ്കോഡ് റിലീസ് ചെയ്യാൻ ഒരു മാസം മുമ്പ് ആർഡീസ് റിലീസ് ചെയ്തിരുന്നു. പക്ഷേ അത് ഇതിനെ ബാധിച്ചിട്ടില്ല. അടുത്തത് ടർബോ. ആദ്യം പറഞ്ഞ 3 സിനിമകൾ അത്യാവശ്യം നല്ലൊരു സിനിമയായിരുന്നു. പക്ഷേ ഈ ടർബോ മിക്സഡ് റിവ്യൂ ആയിരുന്നു നേടിക്കൊണ്ടിരുന്നത്. സിനിമയുടെ ബഡ്ജറ്റ് നോക്കിയാൽ 70 കോടി, സിനിമ കളക്ട് ചെയ്തത് വെറും 72 കോടി മാത്രം. സിനിമ ഒരു ഫ്ലോപ്പ് ആയിരുന്നു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ട് പോകാം. പുള്ളിക്ക് എന്തുകൊണ്ട് 100 കോടി ക്ലബ്ബിൽ ഒരു സിനിമയില്ലെന്ന്. അതിനുള്ള കാരണം നമ്മൾ ഓഡിയൻസ് തന്നെയാണ്. പിന്നെ പ്രൊഡക്ഷൻ കമ്പനി പറഞ്ഞേ പറ്റും. എന്ന് വെച്ചാൽ സ്റ്റോറി വൈസ് റിപ്പീറ്റഡ് ആയിട്ട് പറയാൻ പറ്റിയ സാധനങ്ങളൊന്നും അതിനകത്ത് ഉണ്ടായിരിക്കുന്നില്ല. ഇപ്പോഴത്തെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് പറയുന്ന കാര്യങ്ങളാണ് കൂടുതലും ക്യാപ്ചർ ചെയ്യുന്നത്. ഇപ്പം മറ്റുള്ളവരുടെ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഹൈപ്പ് കയറ്റി കൊടുക്കും. സിനിമ അങ്ങനെയൊക്കെ വന്നാൽ നല്ലതായിരിക്കും, ഇങ്ങനെ വന്നാൽ നല്ലതായിരിക്കും എന്നൊരു ഹൈപ്പ്. അത് നമുക്ക് മമ്മൂട്ടിയുടെ സിനിമയിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നില്ല ഹൈപ്പ്. ചില വിടല പിടിച്ച അണ്ണന്മാർ പറയും ലാലേട്ടൻ ഫാൻസാണ് മമ്മൂക്കയെ 100 കോടി കാണിക്കാത്തത്. എന്നാൽ അത് അങ്ങനെയല്ല. ഇപ്പോഴത്തെ മമ്മൂക്കയുടെ സിനിമ എന്ന് പറഞ്ഞാൽ സ്റ്റോറി വൈസ് ആയിട്ട് അധികം കോൺസെപ്റ്റ് ചെയ്യത്തില്ല. എന്ന് വെച്ച് ഞാനിപ്പോൾ പറയുന്നത് വെച്ചാൽ 100 കോടി ക്ലബ്ബിൽ കയറാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങളാണ്. നിങ്ങൾ ആ സെൻസിൽ മാത്രം എടുത്താൽ മതി. എന്ന് വെച്ചാൽ എനിക്ക് മമ്മൂക്കയോട് ദേഷ്യമോ ഹേറ്റോ ഒന്നുമില്ല. കുറച്ചുകൂടെ സിനിമ പ്രൊമോട്ട് ചെയ്തിട്ട് ഹൈപ്പ് കൊടുക്കാൻ പറ്റിയ വല്ല സീക്വൻസസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുവരാൻ സാധിച്ചാൽ ചിലപ്പോൾ നല്ല 100% മമ്മൂക്കയ്ക്കും 100 കോടി ഉണ്ടാവും. ഇപ്പോൾ വരാൻ പോകുന്ന മൂത്തോൻ്റെ സിനിമയിൽ അല്ലെങ്കിൽ ചാത്തൻ്റെ അകത്ത് മൂത്തോൻ വരികയാണെങ്കിൽ അങ്ങനെ ഒരു 100 കോടി കൺഫേം ആണ്. ഓറല്ല 300 കോടിക്ക് മേളിൽ കൺഫേം ആയിരിക്കും. പിന്നെ മമ്മൂക്കയുടെ സിനിമകൾ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യത്തില്ല, ഫാൻസുകളായാലും അല്ലെങ്കിലും. ഇപ്പോൾ ലാലേട്ടൻ ഫാൻസ് ആണെങ്കിൽ അതിനൊരു കുഴപ്പമില്ല, അവരതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നു. ലാലേട്ടൻ ഫാൻസ് ആണെങ്കിൽ ഒരു ടാർഗറ്റ് വെക്കും, അവരെ അച്ചീവ് ചെയ്യുകയും ചെയ്യും. അതാണ് അവരുടെ മെയിൻ പ്ലസ് പോയിന്റ്. ഇതൊന്നും മമ്മൂക്ക ഫാൻസ് ചെയ്യുന്നില്ലെന്നല്ല, ലാലേട്ടൻ ഫാൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അടുത്ത ലാലേട്ടൻ സിനിമ വരുമ്പോൾ ഹൈപ്പും കാര്യങ്ങളൊക്കെ കൂട്ടി ഫാൻ ഷോസും കൂട്ടി അവർ സിനിമയെ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ മമ്മൂക്ക ഫാൻസിനോടാണ് ഈ പറയാനുള്ളത്. മമ്മൂക്ക ഫാൻസ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ അടുത്ത സിനിമ വരുമ്പോൾ നിങ്ങളായിട്ട് ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. അതിപ്പോൾ ഫാൻ മീഡ് പോസ്റ്ററായിട്ട് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ എക്സ്പെക്ടേഷൻസ് കൊടുത്തോണ്ടിരിക്കുക. ഓവർ ആവരുതെന്ന് മാത്രം.
നിങ്ങളൊന്ന് തുടങ്ങി വെച്ചാൽ മതി, ബാക്കി തന്നെ കയറിക്കോളൂ. അതാണ് സോഷ്യൽ മീഡിയ. പക്ഷേ വേണ്ട ഹൈപ്പ് മാത്രമേ കൊടുക്കാവൂ. ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കരുത്, ആവശ്യമില്ലാതെയും കൊടുക്കരുത്. ഇനിയും ഒന്ന് ബൂസ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ള ഈ 100 കോടിയൊക്കെ, പ്രത്യേകിച്ച് മമ്മൂക്കൊക്കെ ഏത് ലെവലാണെന്ന് നമുക്കറിയാം. ഒരുപാട് ആൾക്കാർ പുള്ളിക്ക് 100 സിനിമയില്ലെന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും മൈൻഡ് കൊടുക്കാതെ അടുത്ത ഒരു സിനിമയ്ക്ക് നമ്മളിതിൽ നല്ലതായിട്ട് പ്രൊമോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ മാത്രം പോലെ ചെയ്തിരിക്കണം. ചെയ്താൽ 100 കോടിയൊക്കെ പുഷ്പം പോലെ കിട്ടാവുന്നുള്ളൂ. ഇപ്പം 100 കോടി കിട്ടാതെ വലിയ പാടൊന്നുമില്ല. അതിനുള്ള കപ്പാസിറ്റി മമ്മൂക്കയ്ക്കും ഉണ്ട്, സിനിമയ്ക്കും ഉണ്ട്. പക്ഷേ സിനിമ പ്രൊമോട്ട് ചെയ്യാത്തതാണ് ഇതിന് വലിയൊരു കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഇതിന് നല്ലൊരു വീഡിയോ എത്താം. അതുവരേക്കും